നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ മാസം 25 മുതൽ അനിശ്ചിതകാല ബസ് സമരമെന്ന ഉടമകൾ. ഡീസൽ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. വിശ്വകർമ്മ സഭയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25 മുതൽ പണിമുടക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. ഡീസൽ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ബസ് ചാർജ് വർധനവ് അനിവാര്യമാണെന്ന് ബസ് ഉടമ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മിനിമം ചാർജ് 7 രൂപയാക്കണമെന്നാണ് ആവശ്യം. അതിനിടെ ചരക്ക് വാഹനങ്ങളും പണിമുടക്കിന്റെ നിഴലിലാണ്. 30% നിരക്ക് വർധനവ് വേണമെന്നാണ് ചരക്ക് ലോറി ഉടമകൾ ആവശ്യപ്പെടുന്നത്. കേരള വിശ്വകർമ്മ സഭയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു. കേരള വിശ്വകർമ്മ സഭ താലൂക്ക് യൂണിയനാണ് കോതമംഗലത്ത് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത്. ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. കോഴിപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വർണ്ണശബളമായിരുന്നു. തുടർന്ന് നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 10 കോടിയിലേറെ ജനങ്ങൾ ഈ രാജ്യത്ത് വിശ്വകർമ്മരായി ഉണ്ട്. ഒരു സന്തോഷമുള്ള നിർണായകമായ ജനസംഖ്യയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞത് സ്വന്തമായി വിശ്വകർമ്മർ എന്തെങ്കിലും സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി സമൂഹത്തിന് വേണ്ടി, സമൂഹത്തെ നല്ല നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവരാണ് വിശ്വകർമ്മർ. അത് നമുക്കറിയാം. നമ്മുടെ കുമാരനാശാന്റെ ഈരടികൾ അന്വർത്ഥമാക്കുന്ന ഒരു സംഗതിയാണ്. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി AV കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MD രാമകൃഷ്ണൻ, TN ഗോപാലൻ, സിന്ധു ഗണേശൻ, വാസന്തി മുരളീധരൻ, KP കൃഷ്ണൻകുട്ടി, KN രാധാകൃഷ്ണൻ, PP മോഹനൻ, PK സുഭാഷ്, ഗിരിജ ശശി, ഉഷ ബാലൻ, ബിന്ദു സുരേന്ദ്രൻ, PT മനോജ് എന്നിവർ പ്രസംഗിച്ചു. നെല്ലിക്കുഴി നാടുകാണി റോഡിൽ തൃക്കാരൂരിൽ റോഡ് തകർന്ന ഭാഗം നന്നാക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. BMBC ടാറിംഗ് നടത്തിയ റോഡാണിത്. ടാറിംഗ് നടത്തി ഏറെ കഴിയും മുൻപേ റോഡ് തകർന്നിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് റോഡ് തകർന്നത്. റോഡ് നന്നാക്കാമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും തകർന്ന റോഡ് നന്നാക്കാൻ വാട്ടർ അതോറിറ്റിയോ PWDയോ തയ്യാറായിട്ടില്ല. ഇവിടെ വലിയ ഗർത്തവും ചെളിക്കുണ്ടുമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാനും വർഷം മുൻപ് വികസിപ്പിച്ച റോഡിന്റെ അടിയിലൂടെയാണ് കുടിവെള്ള പൈപ്പ് കടന്നു പോകുന്നത്. ഈ റോഡിന്റെ പല ഭാഗത്തും പൈപ്പ് പൊട്ടി റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരമാണ് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കായി 25,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോർഡിനേറ്റർമാരായ ഇസഡ് നജീബ് റഹ്മാൻ, ബേബി ഇഞ്ചത്തൊട്ടി, ഷാജി കൊറ്റനക്കാട്ടിൽ, സൂസി ജോയി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ കുത്തുകുഴി കോളനിപ്പടി ബ്രാഞ്ചിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖയായ
പുത്തുകുഴി കോളനിപ്പടി ശാഖയുടെ നവീകരിച്ച ഓഫീസും കൗണ്ടറും പ്രസിഡന്റ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒട്ടേറെ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, ഇൻകം ടാക്സിന്റെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല. ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക തകർച്ച വന്നപ്പോൾ എത്രയോ ബാങ്കുകൾ തകർന്നെങ്കിൽ സഹകരണ ബാങ്ക് കേരളത്തിൽ അതിന്റെ ഔന്നത്യത്തില് അതിന്റെ ഏറ്റവും ഉയർച്ചയിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മുടെ ബാങ്ക് പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് A.T. പൗലോസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ജേക്കബ്, ഷിബു പടപറമ്പത്ത്, സിബി മാത്യു, അഡ്വക്കേറ്റ് PSA കബീർ, K. ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം ജെസിസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്യൂസ് മത്സരം നടത്തി. കോതമംഗലം ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ ആദ്യ 3 സ്ഥാനങ്ങളും നേടി. വിദ്യാർത്ഥികൾക്ക് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഷന്താൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിന് ഡോക്ടർ ജോസഫ് മനോജ് നേതൃത്വം നൽകി. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപന ദിനം ആഘോഷിച്ചു. പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നടന്നു. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപക ദിനാചരണം ഡോക്ടർ എബ്രഹാം മാർ സേവിയറിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സിവിൽ മെക്കാനിക്കൽ വിഭാഗങ്ങളിൽ ആരംഭിച്ച പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ പ്രൊഫസർ ഇ കുര്യൻ മാത്യു നിർവഹിച്ചു. ചടങ്ങിൽ ഫാദർ മനു മാത്യു അധ്യക്ഷത വഹിച്ചു. രാജു യോഹന്നാൻ, ഡോക്ടർ MM പൗലോസ്, ബിജു A. കുരുവിള, PV പൗലോസ്, എബി വർഗീസ്, TK കുഞ്ഞുമോൻ, സിബി മാത്യു, ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ സർഗവാസങ്ങളെ കലയും കായികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മൂല്യമായ സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ ഇതെല്ലാം കണ്ടക്ട് ചെയ്തു നിങ്ങളുടെ സർഗശക്തിയെ വളർത്തിയെടുത്തുകൊണ്ട് നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ ഈ തലമുറയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധ വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മികച്ച അധ്യാപകർക്കും അവാർഡുകൾ വിതരണം ചെയ്തു. കോതമംഗലം MA കോളേജിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. ഡോക്ടർ മേരി മെറ്റിൽഡ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഗ്രേസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ J. പ്രമീളാദേവി, ഡോക്ടർ KM ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ മേഖലാ യോഗം മൈലൂർ ബുസ്താനുൽ ഉലൂം മദ്രസയിൽ നടന്നു. മേഖലാ ഭാരവാഹികളായി P. അഷ്റഫ് മൗലവി പ്രസിഡന്റ്, നാസറുദ്ദീൻ മൗലവി വൈസ് പ്രസിഡന്റ്, അലി ആരിഫി ജനറൽ സെക്രട്ടറി, സിദ്ദിഖ് മൗലവി ജോയിന്റ് സെക്രട്ടറി, സക്കീർ ഹുസൈൻ മൗലവി ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. മാമലക്കണ്ടം ഗവൺമെന്റ് UP സ്കൂളിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സുലോചന ചന്ദ്രൻ, സെൽമ പരീ, CK ജീവൻ, VV മക്കാർ, OK മേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. വട്ടക്കുടി ഫാമിലി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മാതൃപ്പള്ളി ഹിദായത്തുൽ മദ്രസയിൽ നടന്ന സമ്മേളനം രക്ഷാധികാരി VE ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. PS നജീബ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അഷ്റഫ് ബദരി, ഒടിയപ്പാറ അഷ്റഫ് മൗലവി, VK ഇബ്രാഹിം, PM മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. തങ്കളത്ത് കാർത്തിക് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തങ്കളം TVJ കണ്ണാശുപത്രിക്ക് സമീപത്തായി കാർത്തിക് ഇലക്ട്രിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സലോമി എൽദോസ്, PP തങ്കപ്പൻ, ശ്രീദേവി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ട്രിക്കൽ സംബന്ധമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് കാർത്തിക് ഇലക്ട്രിക്കൽസിൽ ഒരുക്കിയിട്ടുള്ളത്. ചരമറിയിപ്പ്. പോത്താനിക്കാട് ചേന്തൻകുടിയിൽ യോയാക്കിയുടെ ഭാര്യ അന്നമ്മ നിര്യാതയായി. 78 വയസ്സായിരുന്നു. കോതമംഗലം കൊല്ലംകുടിയിൽ പരേതനായ വർഗീസിന്റെ ഭാര്യ മറിയാമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. കുട്ടമ്പുഴ കല്ലേലിമേട് ഇടപ്പാറ വാവച്ചൻ നിര്യാതനായി. 51 വയസ്സായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.